ഇത്തവണ തീപാറും പോരാട്ടം പ്രതീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളിലൊന്നാണ് വയനാട്. UDFന്റെ ഉറച്ച കോട്ടയായാണ് മണ്ഡലം അറിയപ്പെടുന്നതെങ്കിലും ഇത്തവണ പക്ഷേ ഇടതുമുന്നണിക്ക് പ്രതീക്ഷകളേറെയാണ്. 2009 രൂപം കൊണ്ട വയനാട് ലോക്സഭാ മണ്ഡലം 2 തവണയും തുണച്ചത് UDF സ്ഥാനാർത്ഥി MA ഷാനവാസിനെയാണ്. 2009 ഷാനവാസിന്റെ ഭൂരിപക്ഷം 1,53,439 വോട്ടുകളുടേതായിരുന്നെങ്കിൽ 2014 അത് കുത്തനെയിടിഞ്ഞ് 20,870 ആയെന്ന് മാത്രം. ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും UDFന് ഇത്തവണയും പ്രതീക്ഷയ്ക്കൊട്ടും കുറവില്ല. അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയാൽ എളുപ്പത്തിൽ വിജയിച്ചു കയറാമെന്നാണ് UDF പ്രതീക്ഷ. കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വലിയ പ്രതീക്ഷ ഇവിടെയുണ്ട്. പിന്നെ മാത്രമല്ല, നമുക്കറിയാലോ 2009 2014 നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അന്നത്തെ UPA സർക്കാർ എടുത്ത തീരുമാനങ്ങളല്ലാതെ ബദലൊരു തീരുമാനം ഈ ഗവൺമെന്റ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഉറച്ച കോട്ടയായതുകൊണ്ട് തന്നെ താമരശ്ശേരി ചുരം കയറി വയനാട്ടിലെത്താൻ നേതാക്കളുടെ പട തന്നെ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. പ്രായം കുറഞ്ഞ മണ്ഡലമെങ്കിലും ഉറച്ച കോട്ടയായ വയനാടിനായി മാസങ്ങൾക്ക് മുൻപേ UDFൽ ചരടുവലികൾ ആരംഭിച്ചിരുന്നു. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദിഖ്, KPCC സെക്രട്ടറി KP അബ്ദുൾ മജീദ് എന്നിവരാണ് കൂട്ടത്തിൽ പ്രമുഖർ. ജില്ലാ ഘടകത്തിന്റെ അഭിപ്രായം മാനിക്കാതെയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ T സിദ്ദിഖോ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ഇതിനിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. 3ാം സീറ്റ് നൽകുമെങ്കിൽ അത് വയനാട്ടിൽ വേണമെന്ന് ലീഗിനും താൽപ്പര്യമുണ്ട്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചെറു പാർട്ടികളുടെ കടന്നുവരവും ഇത്തവണ തുണയ്ക്കുമെന്നാണ് LDF പ്രതീക്ഷ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളിലും LDF മുന്നിട്ട് നിന്നിരുന്നു. അന്ന് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന ഏറനാടും നിലമ്പൂരും വണ്ടൂരുമാണ് UDFനെ തുണച്ചത്. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താനായാൽ മണ്ഡലത്തിൽ ആദ്യമായി ചരിത്രം എഴുതാനാകുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. 4 MLAമാർ ഇപ്രാവശ്യം LDF ആണ്. കഴിഞ്ഞ പ്രാവശ്യം 7 എന്നിട്ട് ഞങ്ങൾ 20,000 വോട്ടിനാണ് ഞങ്ങൾ പുറകിൽ പോയത്. അപ്പോൾ ആ 4 കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെല്ലാം തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. കൂടാതെ LJD ഇപ്പോൾ ഈ മുന്നണിയിൽ വന്നിട്ടുണ്ട്. കൂടാതെ ചെറിയ ചെറിയ കക്ഷികൾ ഇപ്പോൾ ജാനുവിൻ്റെ വരവൊക്കെ നമുക്ക് ഗുണകരമാകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകുന്നുണ്ട്. LDFന് വേണ്ടി കഴിഞ്ഞ തവണ മത്സരിച്ച സത്യൻ മൊകേരി തന്നെ സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത. കർഷകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും സത്യൻ മൊകേരിക്കുള്ള സ്വീകാര്യതയാണ് പാർട്ടി പരിഗണിക്കുന്നത്. നിലവിൽ LDFനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആദിവാസി നേതാവ് CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ സഭയ്ക്കും വയനാട് സീറ്റിൽ നോട്ടമുണ്ട്. CPIയുടെ കയ്യിലുള്ള മണ്ഡലത്തിനായി CK ജാനു സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമായി ആശയവിനിമയം നടത്തിയതായാണ് വിവരം. NDAക്ക് വലിയ പ്രതീക്ഷകളില്ലാത്ത മണ്ഡലങ്ങളിലൊന്നാണ് വയനാട്. ക്രിസ്ത്യൻ വോട്ടുകൾ ഒരുപാടുള്ള മണ്ഡലത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നയാൾ സ്ഥാനാർത്ഥിയായെത്തിയാൽ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് NDA പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം സംസ്ഥാന സമിതി അംഗം ആൻഡോ അഗസ്റ്റിൻ വയനാട്ടിൽ NDA സ്ഥാനാർത്ഥിയായേക്കും. BDJSും വയനാട് സീറ്റെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. പ്രളയാനന്തര പുനർനിർമ്മാണം, ബദൽ റോഡ് സാധ്യത, മെഡിക്കൽ കോളേജ് നിർമ്മാണം, വന്യജീവി പ്രശ്നം, ഒടുവിൽ ശബരിമല, ഇങ്ങനെ വിവാദ വിഷയങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗം അത്രമേൽ സജീവവും വീറും വാശിയും നിറഞ്ഞതായിരിക്കുമെന്ന ഉറപ്പാണ്. വയനാട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.